ദൈവാനുഭവത്തിൻ്റെ പുതിയ പാഠങ്ങൾ, അധ്യായങ്ങൾ മനുഷ്യർ പറയുമ്പോൾ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. ഞങ്ങൾ ഇങ്ങനെ ഒരു യോഗങ്ങളെല്ലാം കൂടി, മീറ്റിംഗ് കൂടി, നമുക്ക് ഉടമ്പടി പോലൊരു സംഭവം ചെയ്യണം, ആൾക്കാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ സാക്ഷ്യം പറയിപ്പിക്കണം, അത് യൂട്യൂബിൽ ഇങ്ങനെ അപ്പ് ചെയ്യണം. ദൈവം സാക്ഷിയായിട്ട് ഇന്ന് വരെ ഇവിടുത്തെ ഒരു ആധ്യാത്മിക കാര്യങ്ങൾക്കും ഞങ്ങൾ ബുദ്ധിപരമായ മീറ്റിങ്ങുകൾ കൂടുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിരന്തരമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സത്യസന്ധമായി നിൽക്കും. ആവുന്നത്രോളം കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നോക്കുകയും മറ്റുള്ളവർ ജീവിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിന് ഞങ്ങളോട് തോന്നിയ ഈ ശുശ്രൂഷ വേദിയോടും അതിൻ്റെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടും തോന്നിയിട്ടുള്ള ഒരു കരുണയാണ് കൃപാസനം എന്ന് പറഞ്ഞ് ഇന്ന് ലോകത്ത് മുഴുവൻ മനുഷ്യരെ അഭയം പ്രാപിക്കുന്ന ഇടമെന്ന് പറയണം. അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ അകത്തൊരു ഗിമിക്സുകളോ അല്ലെങ്കിൽ പൊടിക്കൈകളോ ഒന്നും സാധ്യമല്ല. അതെല്ലാം പറ്റിപ്പ് പരിപാടികളാണ്. ദൈവത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അഭ്യാസം കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അതിനൊക്കെ വേറെ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളല്ല. ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ദൈവരാജ്യം എപ്പോഴും വരണ ശക്തിയിലായിരിക്കും, അത് അടയാളങ്ങളിലൂടെ ആയിരിക്കും. നിങ്ങളിന്ന് കൃപാസനത്തിൽ അനുദിനം പറഞ്ഞു കൂട്ടുന്നതെല്ലാം നമ്മളിൽ പ്രവർത്തിക്കുന്ന, നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവാധിപത്യത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ ദൈവാധിപത്യം ഒരു വിഷയം. ഇപ്പം നമ്മൾ ദൈവാധീനം എന്ന് പറയണത് പ്രോവിഡൻസാണ്. പ്രോവിഡൻസ് ഒരു കിൻഡർ ഗാർട്ടൻ ഏർപ്പാടാണ്. ദൈവപരിപാലനം എന്നൊക്കെ പറയും. അതിൻ്റെ മച്ചുവറായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ദൈവാധികാരമാണ്. ദൈവാധീനമല്ല, ദൈവാധികാരം. ഒരു വ്യക്തി ക്രമേണ ദൈവാധികാരത്തിൻ്റെ കീഴിലാകും. അപ്പോൾ ദൈവരാജ്യമാകും. അതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി, ദ കിങ്ഡം ഓഫ് ഗോഡ് വേർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവത്തിന് അധികാരമുള്ളത്? ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള പ്രഘോഷകരുടെ ലക്ഷ്യം എന്താണ്? ജനതയെ ദൈവാധികാരത്തിൽ അടിസ്ഥാനപ്പെടുത്തുക. അപ്പം ഞങ്ങളെപ്പോലുള്ളവരുടെ പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാനോ പ്രസംഗിക്കാനോ വേണ്ട വിധം പ്രവർത്തിക്കാനോ കഴിയത്തില്ല. അതുകൊണ്ട് നീ ഞങ്ങളെ ഉപകരണമാക്കിക്കൊണ്ട് ജനങ്ങളെ ദൈവാധിപത്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കും. നിങ്ങളുടെ വസ്തു വിറ്റ് മാറണമേ, നിങ്ങളുടെ മക്കളെ കെട്ടിക്കണമേ, നിങ്ങൾക്ക് വിസ പുതുക്കി കിട്ടണമേ. ഇങ്ങനെയൊന്നും കാറിക്കൂയൊന്നും ഞങ്ങളാരും പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥന ഇടയ്ക്ക് വല്ലതും പറയുമെന്നേ ഉള്ളത്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കണതും പഠിപ്പിക്കണതെല്ലാം എന്താണ്? ജനങ്ങളെ ദൈവാധിപത്യത്തിൽ കൊണ്ടുവരണമേ. ജനങ്ങളെ ദൈവാധിപത്യത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മുതലായിട്ട് മാറും. അതാണ് വിഷയം. ദൈവത്തിൻ്റെ മുതലിനെ സാത്താൻ തൊടത്തില്ല. അതാണ് എൻ്റെ വിജയമെന്ന് പറയണത്. ദൈവത്തിൻ്റെ ഉരുപ്പടി, ദൈവത്തിൻ്റെ അവകാശത്തെ സാത്താൻ തൊടത്തില്ല. മറിച്ച് പുറമ്പോക്ക് പൊതുമുതലിനെയാണ് ഇങ്ങനെയുള്ളത് വേറെ ആക്രമിക്കുന്നത്. നിങ്ങളെ പ്രലോഭനങ്ങളാൽ ആക്രമിക്കപ്പെടുന്നുവെന്ന് കണ്ടാൽ നിങ്ങൾ ദൈവാധിപത്യത്തിലല്ലെന്നും നിങ്ങൾ പുറമ്പോക്ക് മുതലാണെന്നും ആർക്കെങ്കിലും നിങ്ങളെ ആക്രമിക്കാവുന്നതാണ് എൻ്റെ അർത്ഥം. ദാറ്റ് മീൻസ് നിങ്ങൾ സുരക്ഷിതരല്ലെന്ന്, നിങ്ങൾ അരക്ഷിതരാണെന്ന്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് മനുഷ്യനെ ദൈവാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മുതലാക്കി മാറ്റണം. അപ്പോൾ തുരുമ്പും കീടങ്ങളും ഒന്നും നശിപ്പിക്കാത്ത, സാത്താൻ ആക്രമിക്കാത്ത, ദൈവപരിപാലന നയിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും എന്ന് വചനം പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
ഓരോ വചന ശുശ്രൂഷയിലൂടെയും ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്വന്തവും സ്വന്തമാകാനുള്ള വിളി തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ത്വര ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. ഞങ്ങൾക്ക് അഭിഷേകമായി നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യമേ, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓ ദിവ്യകാരുണ്യ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്വന്തം ദൈവത്തിൻ്റെ മുതൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാനെങ്ങനെ പഠിച്ചത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഈ സത്യസന്ധമായി സാക്ഷ്യം പറയുമ്പോൾ ചിലർക്ക് സാന്നിധ്യം കിട്ടും. ഇപ്പം സാക്ഷ്യം രണ്ട് തരമാണ്. ഉടമ്പടിയിലുള്ള സാക്ഷ്യങ്ങൾ, ഉടമ്പടി സാക്ഷ്യം എന്ന് പറയണത് കരിസ്മാറ്റിക് കൺവെൻഷനിൽ വരുന്ന സാക്ഷ്യങ്ങളല്ല. ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെയിൻ സംഭവം സമയത്തിൻ്റെ മേലുള്ള അധികാരവും പിന്നെ എന്താണ് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവുമൊക്കെയാണ് ഉടമ്പടിയുടെ തനത് സാക്ഷ്യം. ഇപ്പോൾ ഒരു വ്യക്തി അമ്മയെ കണ്ടു, അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഒരു സാക്ഷ്യം പറഞ്ഞു. സുരേഷ് പത്തനംതിട്ടയിൽ നിന്ന്. അപ്പോൾ ആ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത്, എൻ്റെ മക്കൾ കൃപാസനത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുള്ള അളിഞ്ഞ മോന്ത്യമായിട്ട് വരരുതിരിക്കൽ. ഒക്കത്തില്ലേ, ശരിയാകുക, ഇനിയും വരണ, പുതുക്കിയാലേ നടക്കത്തുള്ള, ഇങ്ങനെയൊക്കെ ഓരോ ഉടായ്പ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചില അലപലാദികൾ വരും. ഇവരെ ദൈവം ഞാൻ പറഞ്ഞ പോലെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാര്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനല്ല അവർക്ക് പ്രാധാന്യം. അവർക്ക് അവരുടെ വയറ്റിപ്പിഴപ്പിന് ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദുരുപയോഗ ക്രിസ്ത്യാനിയാണ് ഈ സാധനം. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം. ദൈവതിരുസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ കൈക്കിൽ കൊടുക്കാതെ കിട്ടുക, നമുക്ക് വലിയ പരിചയമുള്ളവരുണ്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കാവുക, ഇങ്ങനെയൊക്കെ അലപരാതി വർത്തമാനം പറഞ്ഞ് നടക്കുന്ന കാര്യം കണക്കസ്തേനയില്ലേ, അതുപോലെ നിങ്ങൾ കൃപാസനത്തിൽ വന്നിട്ട് ഒരു കഥയുമില്ല. കാരണം ദൈവത്തിൻ്റെ ആൾക്കാരെ തിരിച്ചറിയാം. അതിന് ജാതിയും മതവും ഒന്നുമില്ല, അതൊരു മനസ്സാണ് ശരിക്കും. അതിപ്പോൾ ഈ സുരേഷിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാവും. സുരേഷിൻ്റെ വിഷയം എന്താ, അദ്ദേഹത്തിൻ്റെ ഉപ്പ് കുറ്റി ഇൻഫെക്ഷനായി, പഴുപ്പ് കയറി. ഉപ്പ് കുറ്റി പഴുപ്പ് കയറിയപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അത് ആ പഴുത്ത സ്ഥലം, ഉന്തി നിന്ന സ്ഥലം അവർക്ക് ഓപ്പറേഷൻ ചെയ്ത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഹീലിംഗ് ഇല്ല. പഴുപ്പ് തന്നെ കയറി അകത്തോട്ട് പോവുകയാണ്. പിന്നെ ഒന്നുകൂടി ഓപ്പറേഷൻ ചെയ്ത്, അപ്പോൾ പിന്നെ എന്താ പറയുമ്പോൾ ഒറ്റക്കാല് നടപ്പായപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ മാറ്റിയവർ ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇനി നിങ്ങൾ കറക്റ്റ് മെഡിക്കൽ സയൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ കാല് മുറിക്കേണ്ടി വരും, അത്രയും മോശമാണ്, ഇതിൻ്റെ പഴുപ്പുള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ 2 ഓപ്പറേഷൻ നടന്നിട്ടും ഈ വിഷയത്തിൻ്റെ അകത്ത് വീണ്ടും കാര്യങ്ങൾ കൂടുതൽ മോശമാകുന്നത് കണ്ടപ്പോഴേ ഈ മനുഷ്യനെ അവിടെ വെച്ചാണ് കൃപാസനം പത്രം കിട്ടണത്. നിങ്ങൾ കൃപാസനം പത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ പറയും, നിങ്ങൾക്കറിയാമല്ലോ, ആദ്യകാലം മുതൽ
ദൈവത്തിൻ്റെ ഈ കൈകളിങ്ങനെ നീണ്ടു വരണ കാണുമ്പോൾ പിശാച് പല്ലിളിക്കുമായിരുന്നു ആദ്യം, അല്ലേ? എന്നിട്ട് എന്തുമാത്രം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിൽ ഇറങ്ങിയത്. അന്ന് 1000 പേരാണ് കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് 10,000 പേരാണ് കൃപാസനം പത്രം കൊടുക്കുന്നത്. എന്താ കാര്യം? അതായത് അനുഭവത്തിൻ്റെ മുമ്പിൽ ആശയങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് നിരീശ്വരമായാലും യുക്തിവാദിയുമായാലും. ജനങ്ങൾക്ക് ഉള്ളത് എന്താണ്? ജീവിത പ്രശ്നങ്ങളാണ് ഉള്ളത്. പ്രശ്നങ്ങൾക്ക് ഈ യുക്തിവാദങ്ങളൊന്നും പരിഹാരമല്ല, നിരീശ്വരവാദവും പരിഹാരമല്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ടായിട്ടും അത് നമ്മളിലേക്ക് ഈശ്വര ചൈതന്യം വരണമെങ്കിൽ എന്ത് വേണം? അത് വിശ്വാസം മാത്രം പോരാ. വിശ്വാസം മാത്രം പോരാ. ചില ആൾക്കാർക്ക് വിശ്വാസം മാത്രം മതിയെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. വിശ്വാസം മാത്രം പോരാ. എന്താ കാര്യം? ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ട് വിശ്വാസത്തിൻ്റെ സത്യസന്ധത. നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് സമയമോ സമ്പത്തോ സൗകര്യമോ സ്വസ്ഥതയോ നഷ്ടപ്പെടാത്ത ഒരു വിശ്വാസം ശരിക്കും പറഞ്ഞ വിശ്വാസം അല്ല, ശരിക്കും ഒരാശയപരമാണ്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി കുറേ വിശ്വാസ പ്രവൃത്തികളൊക്കെ കാണിക്കും. പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകും, വെളുപ്പിന് എഴുന്നേറ്റ് പൊതിച്ചോറുണ്ടാക്കും, അത് നിങ്ങൾ 10 മണിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കും, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ അടിയൊഴുക്കുകളിൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് ചെയ്ത് വരിക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ മനസ്സിരിപ്പ്. അതാണ് ഈ സാധനം. അവിടെ സ്നേഹമായിരിക്കത്തില്ല. ഇത് ഈ പൊതിച്ചോറ് കെട്ടൽ കൊണ്ട് കാര്യമൊന്നുമില്ല. അത് രാഷ്ട്രീയക്കാരും നമ്മുടെ അത് കടമേടി അവരും അതുപോലെയൊക്കെ പരിപാടി ചെയ്ത് അത് വോട്ടിന് വേണ്ടി ചെയ്യണം, ആളെ പിടിക്കാൻ വേണ്ടി. നിങ്ങളത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS പാസ്സാകാനും അതുപോലെ തന്നെ വസ്തു വിൽക്കാനും വേണ്ടിയാണ് പൊതിച്ചോറ് കെട്ടി പാവത്തിന് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടല്ല ശരിക്കും. എല്ലാവരും അടിച്ചു മുടക്കി ഇത് പറയുകയല്ല, പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈസ് ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്? ഇത് ഞാൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണോ അതോ കളങ്കിത സ്നേഹമാണോ? നിങ്ങൾ സ്നേഹം കാണിക്കണമെന്നില്ല എന്നല്ല, എല്ലാവരും സ്നേഹം കാണിക്കുന്നുണ്ട്, ആവശ്യത്തിന് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും വരുന്നത് കളങ്കിത സ്നേഹമാണ് ഈ കാണിക്കുന്നത്. എന്താ കളങ്കം എന്ന് പറയുന്നത്? നിങ്ങളുടെ ചില വ്യക്തി താല്പര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതാണ് വിഷയം. നമ്മുടെ മകളെ കെട്ടിക്കുക, കെട്ടിച്ച് വിട്ട മകൾക്ക് പിള്ളേരുണ്ടാകുക, വസ്തു വിറ്റ് മാറുക, ഇതെല്ലാം ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കളങ്കം കയറി വരും. എന്താണ്? വ്യക്തി താല്പര്യം എന്ന് പറഞ്ഞാൽ കളങ്കം കയറി വരും. അപ്പോൾ ദൈവത്തിൻ്റെ താല്പര്യം അല്ലത്. നിങ്ങളുടെ നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു അഭ്യാസം പോലെ വരത്തുള്ളൂ. ആത്മാർത്ഥതയില്ലാത്ത വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു ട്രാജഡി ഇതിൻ്റെ അകത്തുള്ളത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാകും, ഒരു കുഴപ്പമില്ല. ഞാൻ പണ്ട് നിങ്ങളോട് പറയുമായിരുന്നല്ലോ, ഈ ആദ്യം ഈ പശുവിൻ്റെയും അതുപോലെ തന്നെ ആടിനെയൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ ആദ്യ പാല് നാട്ടിൻപുറങ്ങളിൽ ഉടനെ കുടിക്കത്തില്ല. അതൊന്നെങ്കിൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കും, അല്ലേ? മനുഷ്യന്മാർ കുടിക്കത്തില്ലല്ലോ, അത് ഇല്ല. അതിൻ്റെ അകത്ത് എന്തൊക്കെ കൂടുതൽ ഈ മിനറൽസൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്ക് അത് കുഴപ്പം ചെയ്യും. അത് കാരണം ഒരു 2-3 ഈ പശുവും ആടൊക്കെ പ്രസവിച്ച 2-3 ദിവസം ഇത് കുട്ടികളെ ഒരാഴ്ച കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കത്തുള്ളൂ പശുവിൻ്റെ. അത് കുട്ടിയെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യണത്. കുട്ടിയും എഴുത്ത് കൊടുത്തൊക്കെ വരണം, പക്ഷെ അതല്ല, ആ പാല് കൊള്ളത്തില്ല, നമുക്ക് മനുഷ്യനെ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ അപ്പനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ചില പശുവും ആടൊന്നും കുടിക്കത്തില്ല, എന്നാലും കറന്നുകൊണ്ടേ കുളത്തിലൊഴിക്കും ഒരാഴ്ച മൊത്തം. അത് നമ്മൾ കുടിക്കാൻ കൊള്ളാത്തതാണ്. ഈ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികളും ഇതാണ് ഇതുപോലെ. ആദ്യമൊക്കെ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പൊതിച്ചോറ് കെട്ടുകയും 10 പൈസ മനുഷ്യന് കൊടുക്കുകയും ചെയ്യണതെങ്കിലും അതിൻ്റെ ഉള്ളിലെല്ലാം ഈ ഇൻറ്റൻഷനുണ്ട്. എന്താണ്? പ്രൊമോഷൻ കിട്ടുക, PR കിട്ടുക ഉള്ള സംഭവം. ഇതൊക്കെ കുളത്തിലൊഴിച്ച് കളയാനേ പറ്റത്തുള്ളൂ, ദൈവം എടുക്കത്തില്ല.
ഈ സൽപ്രവർത്തികളൊന്നും ദൈവം എടുക്കത്തില്ല. അത് കുളത്തിലൊഴിച്ച് കളയാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ദൈവം എടുക്കുന്ന കാര്യം അതിൻ്റെ അകത്ത് നിൻ്റെ ഇൻറ്റൻഷൻസ് ഒന്നും വേണ്ട, ഇല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാകുന്ന കളങ്കരഹിതമായ നിഷ്കളങ്കമായ ലക്ഷ്യങ്ങളായിരിക്കണം. ഉടമ്പടി സ്പീഡാക്കുന്നതിന് അതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്, ഉടമ്പടി സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്പീഡാണ്. ഉടമ്പടി ഉടനടി പരിഹാരം എന്നല്ല പറയുന്നത്. ഉടമ്പടിയുടെ സ്മാർട്ട്നെസ് എന്താ? അതിൻ്റെ സ്പീഡാണ് ശരിക്കും പറഞ്ഞാൽ. ആ സ്പീഡെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്പീഡ് വർദ്ധിക്കുന്നത്? ടൈം ഷോർട്ടനിങ് ഉണ്ടാവും. ഈ ടൈം ഷോർട്ടനിങ്ങിനാണ് ഇതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഈ ടൈം ഷോർട്ടനിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നമ്മൾ ചെയ്യുന്ന വിഷയത്തിൽ വ്യക്തിപരമായ ഈ നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികൾ, കാര്യം സൽപ്രവൃത്തികൾ എപ്പോഴും ദൈവം അത്ര എല്ലാ സൽപ്രവൃത്തികളെയും ദൈവം അംഗീകരിക്കണില്ല. അതാണ് ഒരു വിഷയം. അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, നിങ്ങളുടെ പ്രവൃത്തികൾ ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെയാണ്. എനിക്ക് കണ്ട പോക്ക് കണ്ട, ആ വചനത്തിനൊക്കെ പോക്ക് കണ്ട. സൽപ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതാണ് നിങ്ങളുടെ പ്രവൃത്തികൾ. ഈ പ്രവൃത്തികൾ തന്നെ രണ്ട് തരമുണ്ട്. നമ്മൾ പലരും ചെയ്യുന്നത് സൽപ്രവൃത്തികളാണ്. പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ സൽപ്രവൃത്തി ഒന്നും പറഞ്ഞ സാധനം ഇല്ലെന്നുള്ളതാണ് സത്യം. എന്താ കാര്യം? ഈ സൽപ്രവൃത്തികളിലെല്ലാം ഒരു വ്യത്യാംശങ്ങളുണ്ടാവും അതിൻ്റെ അകത്ത്. അപ്പം അത് മലിനമായി പോവുകയും ചെയ്യും, കളങ്കമായി പോവുകയും ചെയ്യും. ഏശയ്യാ 64:6. ഏശയ്യാ 64:6 ഒന്ന് ശ്രദ്ധിച്ച ഈ വാക്ക്. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിനവസ്ത്രം പോലെയുമാണ്. മുത്തടനച്ചൻ്റെ ബൈബിളല്ലേ ഇതിനേക്കാൾ തീഷ്ണമായിട്ടാ കിടക്കുന്നത്. ഇത് POC ബൈബിളാണ്. ഒന്ന് വായിച്ചേ, POC ബൈബിൾ വായിച്ചേ. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? എന്നുവെച്ചാൽ ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അതിൻ്റെ റൂട്ടിൽ കിടക്കുന്നത് ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം പോലെ. അപ്പം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം എല്ലാം മനസ്സിലാവും. ഒരു സൽപ്രവൃത്തിയെ ദൈവം വിളിക്കുന്നത് ഋതുവായ സ്ത്രീയുടെ മലിന വസ്ത്രം എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അകത്ത് മുഴുവനും വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. ഈ സൽപ്രവൃത്തികളെല്ലാം ഏതെങ്കിലും ഒരു സൽപ്രവൃത്തികളിൽ വ്യക്തി താല്പര്യം വന്നാൽ അത് മലിന വസ്ത്രം പോലെയാവും. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നിങ്ങളുടെ സൽപ്രവൃത്തികളിൽ നിങ്ങളുടെ IELTS, ഇപ്പോൾ IELTS ഇല്ലല്ലോ, നിങ്ങളുടെ B2ഉം B1ഉം അതുപോലെ തന്നെ നിങ്ങളുടെ വസ്തു വിൽപ്പനയും നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ തിടുക്കം കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്തു കൂട്ടും. പക്ഷെ ദൈവം ഇത് കൗണ്ട് ചെയ്യണത് മലിന വസ്ത്രം പോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയണം, ഉടമ്പടിയുടെ ത്രെഡ്. കാര്യം ഇത് നമ്മൾ ഈ സത്യത്തെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ സൽപ്രവൃത്തികൾ ചെയ്തും ഉടമ്പടി പുതുക്കിയും പോകും. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ചെയ്ത് കൂട്ടിയ സൽപ്രവൃത്തികളെല്ലാം ദൈവം എടുക്കുന്നത് സോയിൽഡ് ക്ലോത്ത് പോലെയാണ്, അലക്കി വെളുപ്പിക്കേണ്ട ക്ലോത്ത് പോലെയാണ്. അലക്കി വെളുപ്പിക്കണം. അത് ദൈവം ബൈബിൾ മുഴുവൻ ഫോളോ ചെയ്യുന്ന ഒരു തീമാണ് അലക്കി വെളുപ്പിക്കുക എന്ന് പറയുന്നത്. മാലിന്യത്തെ ദൈവം പ്രീസപ്പോസ് ചെയ്യും. മനുഷ്യനുമായി ഇടപെട്ടുന്ന എല്ലാ വിഷയങ്ങളെയും, ഈവൻ സൽപ്രവർത്തികളെപ്പോലും ദൈവം മാലിന്യത്തിൻ്റെ ടേബിളലൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി മനുഷ്യൻ്റെ ഓപ്ഷൻസ് എന്താ ഉള്ളത്? മനുഷ്യന് ഇത് അലക്കി വെളുപ്പിക്കണം. എങ്ങനെ വെളുപ്പിക്കും? അത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അലക്കി വെളുപ്പിക്കണം, അല്ല വേറെ ഇവിടുത്തെ അലക്കി വെളുപ്പിക്കാൻ പറ്റത്തില്ല. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ഉണ്ടായിരിക്കട്ടെ. വെളിപ്പാട് 7:14 വായിച്ചോളൂ.
ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ഇതാണ് വിഷയം. അതായത് ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കണം. നേരത്തെ വായിച്ചത് ഐസയ്യ എത്രയാണ്? ഐസയ്യ 64:6. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ, ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. അപ്പോൾ ഈ രക്ഷ കിട്ടാൻ എന്താ മാർഗം എന്നാണ്. ഇപ്പം നമ്മുടെ സൽപ്രവർത്തികളിൽ വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് കയറി അത് കളങ്കിതമായി പോയെന്ന് വിചാരിച്ചോ? പറഞ്ഞ മനസ്സിലായി. നമ്മുടെ സൽപ്രവർത്തികളിൽ പോലും വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് കയറി. കാര്യം നമ്മൾ ഒരു പങ്കുവെപ്പ് നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ വസ്തു വിറ്റ് കിട്ടുക, ജപ്തി നടപടി ഒഴിവാകുക എന്നുള്ള പേഴ്സണൽ ഇൻറ്റൻഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ പേഴ്സണൽ ഇൻറ്റൻഷൻ്റെ വരുമ്പോൾ, വ്യക്തിപരമായ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് കണ്ടാമിനേറ്റഡായി പോവുകയാണ്, കളങ്കിതമായി പോവുകയും. അപ്പം അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ ഏണിംഗ് ഒന്നും ഉണ്ടാക്കത്തില്ല ദൈവതിരുസന്നിധിയിൽ. കളങ്കിതമായ ഒരു സൽപ്രവർത്തികൾ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പിന്നെ ഇത് ഈ കളങ്കം എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് പിന്നീട് ബൈബിളിൽ ചിന്തിക്കുന്നത്. അതെങ്ങനെയാണ് വരണത്? ഇൻ കേസ് ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? കാര്യം എന്താ, ഞങ്ങളുടെ സൽപ്രവർത്തികളിൽ പോലും വ്യക്തിപരമായ താല്പര്യങ്ങളാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് കളങ്കിതമായി പോയി. ഇനി ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? രക്ഷ കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് അവിടെ ഉത്തരമില്ലെങ്കിലും ബൈബിൾ എഴുതി തീരണതിന് മുമ്പ് പരിശുദ്ധാത്മാവ് ഉത്തരം നൽകുന്നുണ്ട്. എന്താണ്? രക്ഷ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? വായിച്ചേ. വെളിപാട് 7:14. വെളിപാട് 7:14. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. നിങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭു അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. മനസ്സിലായില്ല? അപ്പം മലിന വസ്ത്രത്തെ കഴുകി വെളുപ്പിക്കുന്നതിന് ഒരു ഡിറ്റർജൻറ്റേ ഉള്ളൂ. എന്താണത്? കുഞ്ഞാടിൻ്റെ രക്തമാണ്. മനസ്സിലായില്ലേ? അതിന് കുഞ്ഞാടിൻ്റെ രക്തം നമ്മൾ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഞെരുക്കങ്ങളിൽ നിന്നാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഉടമ്പടിയിലെ ഗ്രോത്തിൽ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഞെരുക്കങ്ങളാണ്. ഇപ്പം നമ്മുടെ ഞെരുക്കങ്ങളെന്ന് പറയുന്നത് പലതരം ഉണ്ടാകുന്നു. രോഗവും ക്ഷീണവും അല്ല, മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ചിലപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതോടുകൂടി നിങ്ങളെ ഇന്ന് വരെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ, നിങ്ങളുടെ കൂട്ടുകാരുണ്ടാകും. ചിലപ്പോൾ അവർ ഈ വഴി വരുന്ന ആൾക്കാരായിരിക്കത്തില്ല. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ താമസിച്ചതിൻ്റെ കാരണം തന്നെ ഈ കക്ഷികൾ നിങ്ങളെ കളിയാക്കും, അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉടമ്പടി ഷെയർ ചെയ്യാൻ പോലും, ഉടമ്പടി എടുത്തിട്ട് പോലും കൃപാസനം ധ്യാനം ഷെയർ ചെയ്യാത്ത ആൾക്കാരില്ലേ? അവരുടെയൊക്കെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. കാപട്യം കർത്താവ് വെച്ച് പൊറപ്പിക്കത്തില്ല. നിങ്ങൾ ആരെയാണ് പേടിക്കണത്? ദൈവത്തെക്കാൾ ഒരു പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ദൈവം കൊടുക്കാത്ത ഇതുപോലെ പരട്ട മനുഷ്യരാണ് നിങ്ങൾ പേടിക്കുന്നത് ദൈവത്തെക്കാൾ ഉപരി. യു മസ്റ്റ് ഷെയർ ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവവുമായിട്ട് നിങ്ങൾ ലിങ്കായ പിന്നെ ആരെയും നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരരുത്. പാപമെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയാവോ? അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അനുതാപം എന്ന് പറയണത് പാപത്തിൽ നിന്ന് വിട്ടുമാറുന്നതും പാപത്തെക്കുറിച്ചുള്ള ദുഃഖവുമല്ല. അനുതാപം എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചുള്ള ദുഃഖമല്ല. അതുപോലെ തന്നെ പാപമെന്ന് പറഞ്ഞാൽ നിയമലംഘനവും അല്ല. പാപം നിയമലംഘനമാകുന്നു, പക്ഷെ അതല്ല പ്രശ്നം. പാപം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ അനുതാപം അവതാളത്തിലാകും. പാപത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ എടുത്ത അനുതാപങ്ങളെല്ലാം ഫേക്ക് സംഭവമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അനുതാപത്തിൻ്റെ കുന്നംകുളം സെറ്റ് എന്ന് പറയും. അനുതാപത്തിൻ്റെ എന്താ പ്രശ്നം? പാപം നിയമലംഘനമാണ്. എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന
1 യോഹന്നാൻ 3:4 പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും 10 കൽപ്പന ലംഘനമാണ് പാപം. എന്നാൽ 10 കൽപ്പന അങ്ങോട്ട് പാലിച്ചാൽ മതിയല്ല, പ്രശ്നം തീർന്നില്ല. പ്രശ്നം തീരത്തില്ല. നമ്മൾ കേൾക്കുമ്പോൾ എന്ത് തോന്നും? പാപം നിയമലംഘനമല്ലേ? അപ്പം നിയമം എന്ന് പറയുന്നത് 10 കൽപ്പന അല്ലേ? 10 കൽപ്പന അങ്ങോട്ട് പാലിച്ചാൽ മതിയല്ല. പിന്നെ നിയമലംഘനമില്ലല്ല, പാപമില്ലല്ല, ഒറ്റ നടക്ക് പോകുന്നില്ല. എന്താ കാര്യം? പാപം നിയമലംഘനമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം നിയമം എന്തുകൊണ്ട് ലംഘിക്കുന്നു എന്നുള്ളതാണ്. പാപത്തിൻ്റെ കോസല്ലല്ല പറയണത്. യോഹന്നാൻ പറയണ പാപത്തിൻ്റെ ഇഫക്റ്റ് അല്ല പറയണത്. പാപം നിയമലംഘനമാണെന്നല്ല പറയണത്. പക്ഷെ അത് പ്രശ്നം അതല്ലല്ലോ. എന്തുകൊണ്ട് ഈ മനുഷ്യൻ നിയമം ലംഘിക്കുന്നോ? അതെന്താണ്? അവർ ദൈവത്തിൻ്റെ കൽപ്പനകളെ അത്രയ്ക്ക് ഏക്കണില്ല. അവന് എന്താ കാര്യം? അവനത് അംഗീകരിക്കണില്ല. അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ നിയമം ലംഘിക്കണത്? എന്തുകൊണ്ടാണ്? ആ നിയമത്തെ അവൻ അംഗീകരിക്കണില്ല. അവൻ അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് ന്യൂട്രാകത്തില്ല. അവൻ വേറെ എന്തിനും അംഗീകരിക്കുന്നു. അതല്ലേ പ്രശ്നം. നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാത്തൊരു ദൈവം നിനക്കൊണ്ട്, അവനാണ് അപരനെന്ന് പറയണത്. ദ അതർ ഗോഡ്. നമുക്ക് എല്ലാവർക്കും നമ്മളെ ചുറ്റിക്കുന്ന ഒരു സംഭവം അതർ ഗോഡാണ്, അപര ദൈവം. ദൈവത്തേക്കാൾ പ്രാധാന്യം വേറെ ആർക്കോ കൊടുത്തുകൊണ്ടാണല്ലോ ഇവർ ഷെയർ ചെയ്യാത്തത്. എൻ്റെ ഗ്രൂപ്പിലോട്ട് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈശ്വര വിശ്വാസിയാണെന്ന് എങ്ങാനും കൂടെ ഉള്ളവർ തീരുമാനിച്ച് എന്ത് ചെയ്യും? അതല്ലേ പ്രശ്നം. അപര ദൈവങ്ങളുണ്ട്. അപര ദൈവങ്ങളെ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ ഒറ്റ നടക്ക് പോകുന്നില്ല. അതുകൊണ്ട് പാപം നിയമലംഘനമാണെന്ന് പറയുമ്പോൾ ഞാൻ നിയമം പാലിച്ചെന്ന് പറഞ്ഞു കൊണ്ടുവന്ന പാപത്തിൻ്റെ ഇഫക്റ്റുകൾ മാറുന്നില്ല. മാറുന്നതിൻ്റെ കോസ്, ടേക്ക് ദ കോസ്, സെറ്റ് ദ കോസ്. അതിൻ്റെ കാരണം എന്താ നീ അന്വേഷിക്കണം. എന്താണത്? നീ ദൈവത്തെ അംഗീകരിക്കണില്ല. സ്വർഗഭോഗം പാപമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്വർഗഭോഗം പാപമായത് എന്തുകൊണ്ടാണെന്നാണ് പൗലോസ് പറയണത്. അതാണ് യോഹന്നാനും പൗലോസും തമ്മിലുള്ള വ്യത്യാസം. സ്വർഗഭോഗം പോലെയുള്ള പ്രകൃതി വിരുദ്ധ പാപങ്ങൾ പാപമാണെന്ന് പറയുമ്പോഴും അത് നിയമലംഘനമാണെന്ന് പറയുമ്പോഴും അത് എന്തുകൊണ്ട് പാപമാകുന്നുവെന്ന് യോഹന്നാൻ പറയത്തില്ല, പക്ഷെ പൗലോസ് പറയും. എന്താണ് പൗലോസ് പറയണത്? വായിച്ചേ. ശ്രുതികടെ 1:29. ശ്രുതികടെ റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത്. ദാറ്റ്സ് ദ പോയിന്റ്. എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ. ദൈവത്തെ അംഗീകരിക്കുന്നത്, ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഇവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്. റൂട്ട് ഇതാണ്. എന്താണ്? നമ്മൾ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ദൈവത്തെ അംഗീകരിക്കുന്നത് എന്താണ്? അത് പോരായ്മയെ കരുതുന്നു. ചില ആൾക്കാർ വിചാരിക്കുന്നത്, അയ്യോ ഈ ശാസ്ത്രീയമായ യുഗത്തിൽ ആരെങ്കിലും ദൈവത്തെ വിശ്വസിക്കുമെന്ന് ചില അഭ്യാസികൾ ഈ സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ടൊക്കെ പറയും. ഞാനൊക്കെ ഇതുപോലെ ശാപം പിടിച്ച മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ലേ. എനിക്കൊരു നിരീശ്വരവാദി എന്ന് പറയുമ്പോൾ എനിക്ക് പറഞ്ഞത്, എനിക്ക് അവരോട് ഒരു സഹതാപമല്ല തോന്നണത്, ഒരു ശപിക്കപ്പെട്ട മനുഷ്യരെന്നാണ് തോന്നുന്നത്. സഭയുടെ പൊതു കാഴ്ചപ്പാടിൽ ഇവരാരും ശപിക്കപ്പെട്ടവരല്ല. അവരെല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷേ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് അല്ല തോന്നണത്. ഒരു മനുഷ്യന് ഈശ്വരനെ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാതിരിക്കണത് ഒരു ഭൗതികമായ ഒരു കേഴ്സാണ്. ഇൻ്റലക്ച്വൽ കേഴ്സ് എന്ന് പറയും. ഭൗതികമായ ഒരു ശാപമാണ്. കാരണം ഈ കണ്ടെത്തേണ്ട സമയത്ത് കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ കണ്ടെത്തിയിട്ട് കാര്യം ഉണ്ടാകത്തില്ല. ദൈവത്തെ കണ്ടെത്താൻ കഴിയണത് തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ആ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കൈയടിച്ച് കർത്താൻ ശ്രദ്ധിക്കട്ടെ. കാരണത്തിന് ഇപ്പൊ നമ്മൾ തിരിച്ചു വരികയാണ്. എന്താ വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ എങ്ങോട്ടാണ് വരേണ്ടത്? അതായത് നമ്മൾ പറയുന്നത് കുഞ്ഞാടിൻ്റെ ഇൻ കേസ് എങ്ങനെയെങ്കിലും ചിലപ്പോൾ അബദ്ധത്തിൽ നമ്മുടെ സൽപ്രവൃത്തികളിൽ
കളങ്കിതമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഏക പോംവഴി, ഏക സർഫിങ് എന്താ ഉള്ളത്? അതിനെ സർഫിട്ട് നമ്മൾ സർഫിൽ മുക്കി വെക്കത്തില്ല ഉടുപ്പൊക്കെ. അതെവിടെയാണ് മുക്കി? നമ്മുടെ ഞെരുക്കങ്ങളെ. നമുക്ക് ഒരുമാതിരി ഞെരുക്കങ്ങളല്ലേ ഉള്ളത്, പലതരം ഞെരുക്കങ്ങളുണ്ടാവും അല്ലേ? രോഗവും ക്ഷീണവും അംഗീകരിക്കാത്തതും സങ്കടപ്പെടുത്തുന്നതും ആയിട്ടുള്ള കുറേ ഞെരുക്കങ്ങൾ നമുക്കുണ്ടാകത്തില്ലേ? ഈ ഞെരുക്കങ്ങളെ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത്? അത് ആണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് മക്കളില്ല എന്ന് വിചാരിച്ചോ, കല്യാണം കഴിച്ചൊരു 31 വർഷമായി, മക്കളില്ല. അപ്പോൾ അങ്ങനെ കണ്ടാൽ അറിയാൻ നമുക്ക് 55-56 വയസ്സുണ്ടെന്ന് തോന്നും. അങ്ങയുടെ ചേടത്തിക്കും ഉണ്ട് ഏതാണ്ട് 53 വയസ്സ്. അപ്പോൾ എനിക്ക് അവർ മക്കളില്ല എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ദൈവമേ, അമ്മ എന്തുമാത്രം മനുഷ്യർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കണേ. ഇവർക്കിത് ചെയ്താൽ നല്ലതാവും. എന്താ കാര്യം? എന്നിട്ട് ഞാൻ ഓർക്കണത്, ഈ മനുഷ്യനെ ഒരു കൊച്ചു ജനിച്ച് അതിന് 10 വയസ്സാകുമ്പോൾ തന്നെ ഇവർക്ക് 56 വയസ്സ് 65 വയസ്സെങ്കിലും ആവും. 15 വയസ്സാകുമ്പോൾ അതിന് 70 വയസ്സാവും ഈ വല്യപ്പന്. എന്നാൽ ഈ അങ്ങനെ ഒരു കാര്യങ്ങളുടെ പോലും മാതാവിൻ്റെ അടുത്ത് വന്ന് കരയാമെന്ന് തോന്നിയപ്പോൾ ഈ കൃപാസന അമ്മയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ഒരു ധാരണ കണ്ടില്ലേ? ആ ധാരണ എങ്ങനെ ഉണ്ടായതാണത്? ആൾക്കാരുടെ, ഞാൻ പറഞ്ഞുണ്ടാക്കിയ ധാരണയാണത്? അല്ല, ഒരിക്കലും അല്ല. അത് ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്ന് ആൾക്കാർക്ക്, അതായത് 55-ാമത്തെ വയസ്സിലും കൃപാസന അമ്മയെടുത്ത് വന്ന എനിക്കൊരു കുഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തു തരുമെന്ന്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഞാൻ അവർക്ക് വേണ്ടി തണുക്കെ പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. കാര്യം ഈ ദിവസങ്ങൾ വന്ന സാക്ഷ്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തും പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നിപ്പോണ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് തരണത്. കാര്യം ഈ സുരേഷിൻ്റെ സാക്ഷ്യമില്ലേ? സുരേഷ് എന്താ ചെയ്തിരിക്കുന്നത്? സുരേഷിന് കാല് അസ്ഥി വളരുകയോ ഉപ്പുകുറ്റി പൊങ്ങുകയോ ഒക്കെ ചെയ്ത് 2 ഓപ്പറേഷൻ കഴിഞ്ഞ് 3ാമത്തെ ഓപ്പറേഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ഡോക്ടർ ടോർച്ചടിച്ച് നോക്കി, അത് പഴുപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ മെഡിക്കൽ നിരീക്ഷണത്തിലായിരിക്കണം, അതേ കാല് മുറിക്കേണ്ടി വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പം സുരേഷ് പറയണ ഒരു കാര്യമുണ്ട്. എന്താ പറയണത്? ഞാൻ കാലിനെയൊന്നും മുറിക്കണില്ല, ഇനി ഒരു ഡോക്ടറെയും കാണുന്നില്ല. എന്താണ്? ഞാൻ എൻ്റെ അമ്മയെടുത്ത് പോകണമെന്ന്. കണ്ടിട്ടില്ല ആ മനുഷ്യൻ, അമ്മനെ കണ്ടിട്ടില്ല. കൃപാസനം കേട്ടിട്ടുള്ള 10 രൂപ കിട്ടിയിട്ടുള്ള പത്രം 3 ദിവസം ഇരുന്ന് വായിക്കുന്നുണ്ട് പുള്ളി. ഈ ഒരു പത്രം കിട്ടിയിട്ട് അത് തിരിച്ചും മറിച്ചും 3 ദിവസം ഇരുന്ന് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിന് തോണ്ടി വന്ന്. അതുകൊണ്ടാണല്ലോ ആ വിശ്വാസം കയറിയത്. അപ്പോൾ വിശ്വാസം കയറിയപ്പോൾ അദ്ദേഹം പറയണത്, ഞാനിനി അമ്മയെടുത്ത് പോയിട്ട് കാല് കാണിക്കട്ടെ എന്നാണ് പറയണത്. അപ്പോൾ കാല് കാണിക്കണമെന്ന് അത് അത്ര ഇങ്ങനെ എത്രയോ പത്തനംതിട്ട എവിടെയുള്ള മനുഷ്യൻ ഇവിടെ വരാൻ പറ്റിയ ഒരു കണ്ടീഷനല്ല. കാല് ഓട്ടോ ഡ്രൈവറായതോ ആണ്. അപ്പോൾ കാല് കൊണ്ടുള്ള പരിപാടിയാണ് ഉള്ളത്. ഈ കാലാണെങ്കിൽ തൊട്ടാ ജീവൻ പോണ കാലുമാണ്. അത് വെച്ചെൻ്റെ ഇവിടം വരെ ഓടിക്കാനും പറ്റണില്ല. എങ്കിലും വൈഫായിട്ട് പോന്നിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സ് തളർന്ന് ഇടയ്ക്ക് വെച്ച് വീണ് പോയി. പിന്നെ പറഞ്ഞ്, അമ്മേ എന്നെ അമ്മ തന്നെ അകത്ത് അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. പഴുത്ത കാലുമായിട്ട് ഓടിച്ച് ഓടിക്കാൻ പറ്റാത്ത പ്രാണം പോണ വേദനയുമായിട്ട് വഴി വീണ് കിടക്കുകയാണ് ആൾ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ റെസ്റ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ അമ്മേ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെ അമ്മ ഈ കാല് സുഖപ്പെടുത്തുമെങ്കിൽ അമ്മ തന്നെ എന്നെ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞ അവിടെ. ഈ മനുഷ്യന്മാർ പറയണ വാക്കുകളെ ചങ്കക്കൊണ്ടാണ് പറയണത്. അത് ആത്മാർത്ഥമാണെങ്കിൽ ദൈവം അതുപോലെ തന്നെ എടുക്കും. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കട്ടെ കിട്ടിയ ഊട്ടിയതൊക്കെ പറഞ്ഞ് പറയുന്നത് അവന്മാരാണ് വന്ന് പാഴ്സൽ പണി മേടിക്കണത്. അല്ലാത്ത ആത്മാർത്ഥമായിട്ടാണ് ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ ഹിറ്റാവും. അത് എന്താ സംഭവിച്ചിരിക്കണത്?
സെക്കൻഡ് അയാൾ പറഞ്ഞു ഞാനൊന്ന് മയങ്ങി അങ്ങോട്ട് കയറി ബ്രേക്കെ പിടിച്ച്, പിന്നെ ഞാൻ ഇവിടെ വന്നത് ഓർക്കുന്നുണ്ടെന്ന്. അമ്മ എന്നെ പറത്തിക്കൊണ്ടുവന്ന പോലെ ഞാൻ വന്നു. എൻ്റെ വൈഫ് എന്നെ വിളിച്ച്, വൈഫിൻ്റെ തോളയിൽ ഞാൻ ഈ പ്രാണം പോകുന്ന വേദന ഉണ്ടെങ്കിലും വൈഫിൻ്റെ തോളെ കൈയിട്ട് ഞാൻ ഒറ്റക്കാലായിട്ട് കൊന്തി വരികയാണ്. അപ്പം ചീട്ട് കിട്ടാൻ ഒരു മാർഗമില്ല, കാര്യം ഇവിടെ രേഖകളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പം ചീട്ട് കിട്ടാനുള്ള മാർഗമില്ലാതെ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന ആൾ. അപ്പോൾ ഒരമ്മ വന്നിട്ടും പറഞ്ഞ് ഇയാൾക്ക് ചീട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ്, അപ്പം തന്നെ മാനേജർ എഴുതി കൊടുത്ത്. അതാരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല അയാൾക്ക്. അതാണ് രസം. ഈ അമ്മയെ പിന്നീട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് മാതാവിൻ്റെ രീതിയിലാണ് കണ്ടിരിക്കുന്നത്. ഭയങ്കര രസമായി ഈ സഞ്ചാരി മാതാവിൻ്റെ വിഷയങ്ങൾ. അതായത് ഇതിന് ശേഷം ഈ മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ഇയാളുടെ കയ്യിലുള്ള പേപ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നിന്ന് എഴുതി കൊടുത്ത പേപ്പർ ഞാൻ മാതാവിന് കൊടുത്തിട്ട് ഇയാളുടെ കാലയിൽ താഴെ ഇരുന്ന് ആ വ്രണത്തിൽ കൈവച്ച് കുറേ നേരം ഇരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലും. അപ്പം അത് എന്തുകൊണ്ടാണ് വിഷയം എന്ന് പറയണത്, ഈ ദൈവം ഏറ്റെടുത്ത കേസാണെങ്കിൽ ഗ്രീൻ ചാനലിൽ പോരും. അത് എന്ത് വിഷയമാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ ഈ ജന്മത്തിലുള്ള സുഖപ്പെടത്തില്ലെന്ന് ആർക്കും മനസ്സിലാവും. പക്ഷേ എൻ്റെ മനസ്സ് പറയട്ടെ അമ്മ ഇയാളെ സുഖപ്പെടുത്തുമെന്ന്. അതാണ് വിഷയം. ആ വിഷയമാറ്റം അതാണ്. നമ്മളെ നേരിട്ട് കണ്ട അയാളെ സുഖപ്പെടത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അമ്മ ഒരു ബോധ്യം തന്നിരിക്കുകയാണ്, ആ കേസ് ഞാൻ ഏറ്റെടുത്തുള്ള കേസാണ്, അത് നീ ഞാൻ തൊട്ടാൽ മതി, നീ വലിയ അഭ്യാസമൊന്നും കാണിക്കണ്ട, വലിയ പ്രാർത്ഥന ഒന്നും പ്രാർത്ഥിക്കണ്ട, ജസ്റ്റ് തൊട്ടാൽ മതി, ആ വിഷയം ടേക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുക മനുഷ്യനെ വിട്ട് വീട്ടിൽ ചെന്നപ്പോഴുണ്ട് ഈ സാധനം കരിഞ്ഞിരിക്കണം. അപ്പം അയാൾ അതിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, അന്ന് അയാൾ സ്വപ്നം കണ്ടേ രാത്രി, ജോസഫച്ചൻ തൊട്ട കാര്യമല്ല ഇത്. അന്ന് അമ്മ തന്നെ വന്നിട്ട് അയാളുടെ കാര്യത്തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് രസം. അമ്മ തന്നെ വന്നിട്ട് കാര്യത്തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ സാധനം കരിഞ്ഞത്. ഇപ്പം ഞാൻ ഓർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊന്ന് സത്യസന്ധമായി ദൈവദൃസന്നിധി, എൻ്റെ മക്കളോട് ഞാൻ എപ്പോഴും ശാസിച്ച് സംസാരിക്കണില്ലേ നിങ്ങളോട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ആലപ്പുഴ നടന്ന് കാല് തേയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ മര്യാദക്കൊന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണം, ദൈവത്തിന് വേണ്ടി ചെയ്യണം. അല്ലാതെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടി തൽക്കാലത്തേക്ക് കുറുക്കം പണ്ട് നീലച്ചായത്തി വീണ പോലെ ചാഞ്ഞ് വീണിട്ട് കാര്യമില്ല. മഴ പെയ്യുമ്പോൾ കളർ പോകത്തില്ല, ദൈവത്തിന് ഗ്യാരണ്ടി കൊടുക്കണം. ഇവിടുത്തെ മെയിൻസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചൂടാണത്. പല ആൾക്കാരും ഉടമ്പടിക്കുന്ന കുറുക്കൻ നീലച്ചായ വീട്ടിൽ ശ്രീകൃഷ്ണനായി പോയ പോലുള്ള സംഭവമാണ്. കുറച്ച് നാളത്തേക്ക് ഉപവാസവും, കുറച്ച് നാളത്തേക്ക് അതുപോലെ തന്നെ ദാനധർമ്മം, കുറച്ച് നാളത്തേക്ക് മിണ്ടടക്കം പാലിക്കലും സമാധാന കാംക്ഷികളുമായിട്ടൊക്കെ നടക്കും. അത് നീലച്ചായത്ത് വീണതാ. മഴ പെയ്യുമ്പോൾ ചായ പോകും. നമുക്ക് ദൈവത്തോട് കാണിക്കേണ്ടത്, ദൈവമേ ഏത് മഴ പെയ്താലും ഉടമ്പടിക്കാലം കഴിഞ്ഞാലും എൻ്റെ കളർ പോകത്തില്ല, ഗ്യാരണ്ടിയാണെന്ന് പറയണം. ദൈവത്തിനൊരു ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ എൻ്റെ മക്കളെ, ഇന്ന് സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. സംശയമാണ് ഈ ദിവസങ്ങളിൽ അൽഫോൻസ പറഞ്ഞത്. അൽഫോൻസമ്മയുടെ സാക്ഷ്യം വേറെ ഒരു സബ്ജക്റ്റാണ്. ഇവർ ബഹറിൽ ജോലി ചെയ്യുന്നവരാണ്. ബഹറിൽ ജോലി ചെയ്തിട്ട് കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഇവിടെ വിസ വീണ്ടും ബഹറിൽ പുതുക്കി. കോൺട്രാക്റ്റ് വിസ അല്ല, കോൺട്രാക്റ്റ് ഹോസ്പിറ്റലുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഒരു ഓപ്ഷൻ കൊടുത്തവർ. എന്താണ്? ഇനി കോൺട്രാക്റ്റ് പുതുക്കണ എല്ലാവർക്കും അക്കോമഡേഷനും താമസത്തിൻ്റെ അലവൻസ് കിട്ടാമെന്ന്. അപ്പോൾ ഇവർക്ക് കിട്ടത്തില്ലത്. കാര്യം ഇവർക്ക് നേരത്തെ ഇവർ കോൺട്രാക്റ്റ് പുതുക്കിയതാണ്, ഇവർക്ക് കിട്ടത്തില്ല. അക്കോമഡേഷൻ അലവൻസ് എന്ന് പറയണത് നല്ല തുകയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നാകും കാശല്ല. അപ്പോൾ അവർ സീനിയറുമാണ്, അവർക്ക് ഭയങ്കര സങ്കടമായി. 10 ദിവസം മുമ്പ് 10 ദിവസം കഴിഞ്ഞാണ് പുതുക്കിയിരുന്നെങ്കിൽ
അതാണ് ടൈം ആകുമ്പോൾ പുതുക്കുമല്ലോ. പക്ഷേ ഹോസ്പിറ്റലിൽ പുതിയ നിയമങ്ങൾ വന്നപ്പോൾ പുതിയതായിട്ട് 10 ദിവസം കഴിഞ്ഞ് കോൺട്രാക്ട് പുതുക്കിയവർക്ക് എല്ലാ അലവൻസ് ഫ്രീ ആയി, അക്കോമഡേഷൻ അലവൻസ് ഫ്രീ ആയി. അപ്പോൾ ഈ അൽഫോൺസ് നമുക്ക് വേറെ ഗുണമുണ്ട്. ഇവർ ഈ മദറുമായിട്ട് നല്ല പേഴ്സണൽ റിലേഷനാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വിഷയമേ പലർക്കും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ അല്ല ഉള്ളത്, സബ്ജക്റ്റ് വൈസ് റിലേഷനാണ്. ഇതൊരു പ്രോബ്ലമാണ്. അത് നിങ്ങൾ എന്നെയോ കൃപാസന മാതാവിനെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കാര്യം നടക്കാത്തതിൻ്റെ കാര്യം നിങ്ങളുടെ റിലേഷൻ്റെ ബേസ്മെൻറ്റ് സബ്ജക്റ്റ് വൈസാണ്. എന്നുവെച്ചാൽ ഒരു വിഷയബന്ധിയാണ്, വ്യക്തിബന്ധിയല്ല. അൽഫോൻസായുടെ റിലേഷൻസ് മാതാവുമായിട്ട് വ്യക്തിബന്ധമാണ്. അവർക്ക് ഇഷ്യൂസ് ഉണ്ടായാലും ഇല്ലെങ്കിലും റിലേഷൻ്റെ ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യും. മക്കളെ, ഇതൊരു വെല്ലുവിളിയാണ്. നമുക്ക് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ അല്ല പ്രശ്നം, നമ്മുടെ റിലേഷൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗുണനിലവാരം അല്ലേ? ഈ ആധ്യാത്മികത വില്ലനെന്ന് പറയുന്നത് ക്വാളിറ്റി മെയിൻ്റെനൻസാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഭക്തി ചിലപ്പോൾ ഇന്നുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഭക്തിയും തീഷ്ണതയും ഒന്നും ഉണ്ടാകത്തില്ല. എന്താ? വീട്ടിൽ 2 വിരുന്നുകാർ വന്നാൽ മതി. അവർ 2 ചളുവ വർത്തമാനം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് സമയം ചെലവഴിച്ചാൽ മതി. അപ്പം തന്നെ നിങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരും ഭക്തിയിലും വിശ്വാസത്തിലും. അതാണ് ഇങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു പോകുവിനെന്ന് ബൈബിൾ എപ്പോഴും പറയും. ഇങ്ങനെയുള്ളവരിൽ നിന്ന് ലോത്തിന് സംഭവിച്ചത് എന്താ? ലോത്തിന് എന്താ സംഭവിച്ചത്? ലോത്ത് സോദോമിനരികെ കൊണ്ട് കൂടാരം അടിച്ചെന്നല്ലേ പറയേണ്ടത് അല്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. 13:12 അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. പറഞ്ഞേ. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. അതായിരുന്നു ലോത്തിനെ പറ്റിയൊരു അബദ്ധം. ലോത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഡയറക്റ്റ് ആകാൻ കാരണം അതാ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ക്വാളിറ്റേറ്റീവ് സ്പിരിച്വാലിറ്റിയാണ്. ക്വാളിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയുടെ ഗുണനിലവാരം. അബ്രഹാത്തിൻ്റെയും ലോത്തും ഒരേ സ്ഥലത്ത് വസിക്കുന്ന ആൾക്കാരാണെങ്കിലും 2 സ്പിരിച്വാലിറ്റിയാണ്. അതെന്താണ്? നിങ്ങൾ കൂടാരം അടിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പിരിച്വാലിറ്റി നിൽക്കുന്നത്. ആരുമായിട്ട് കൂട്ടുകൂടുന്നു, അതാണ് പ്രശ്നം. എബ്രാഹാം എവിടെ? കർത്താവിൻ്റെ കാനാൻ ദേശത്തിൻ്റെ അരികെയാണ് കൂടാരം അടിക്കുന്നത്. ലോത്ത് എവിടെയും? സ്വർഗ്ഗഭോഗികളും പുരുഷ ലൈംഗികതയുള്ളവരും സ്ത്രീകൾ ലൈംഗികതയുള്ള മ്ലേച്ഛന്മാരുടെ കൂടെയാണ് കൂടാരം അടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരും മ്ലേച്ഛന്മാരാണെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ ഡയലൂഷൻ ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാവും, ക്വാളിറ്റേറ്റീവായിട്ട് ഗുണനിലവാരം കുറഞ്ഞു പോകും. ഒന്നുകിൽ നിങ്ങൾ ഉടമ്പടി ഉപേക്ഷിക്കണം, ദൈവമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. അവരെ വിട്ടുപോരൂ, അവർ അന്തരെ നയിക്കുന്ന അന്തരാണെന്ന് പറയുന്നില്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം മഹത്വം മഹത്വം. മത്തായി 15:14 അവരെ വിട്ടേക്കൂ, അവർ അന്തരെ നയിക്കുന്ന അന്തരാണ്. അന്തനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടിക്കെതിരെയുള്ള ശത്രുക്കളെ ഒഴിവാക്കി കളയണം. അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉടമ്പടി ജീവിക്കാൻ അനുവദിക്കത്തില്ല. അവരവരുടെ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അവിടെ വൃത്തികേടുകളും ദ്വയാർത്ഥങ്ങളും ഇതിലൊന്നും കഥയില്ലടാ, ഇതിങ്ങനെയാടാ എന്നൊക്കെ പറയും. അതോടുകൂടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ ദൈവദൃശ്യന് വിശുദ്ധിയോടെ ജീവിക്കാനോ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള നിങ്ങളുടെ കലിബറ് ക്രമേണ ശക്തി കുറഞ്ഞു പോകും. അതുവഴി ദൈവമായിട്ടുള്ള ബന്ധവും കുറയും. അൽഫോൻസ ക്വാളിറ്റേറ്റീവ് സ്പിരിച്വാലിറ്റിയുടെ ആളാണ്. അവൾക്ക് ശേഷം ആണ് അവൾ ഇത്
കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ നിയമം വന്നപ്പോഴാണ് അക്കോമഡേഷൻ അലവൻസ് പിന്നീടുള്ളവർക്കെല്ലാം അലവ് ചെയ്തത്. അവൾക്ക് ചിലർ ദുഃഖം തോന്നി. പക്ഷേ അവൾ പറഞ്ഞു, എനിക്ക് അമ്മയുമായിട്ടൊരു റിലേഷൻസ് ഉണ്ടല്ലോ. അപ്പം നിയമം ഇങ്ങനെയാണ്, എൻ്റെ ടൈം വരെ ഹോസ്പിറ്റലിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ അമ്മ വിചാരിച്ചാൽ എനിക്ക് അക്കോമഡേഷൻ അലവൻസ് കിട്ടും. അത് ഹോസ്പിറ്റലുകാരല്ല തീരുമാനിക്കുന്നത്. എനിക്ക് ദൈവമായിട്ട് എൻ്റെ ബന്ധം കൊണ്ട് ആരാണ് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്? എൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് അമ്മയാണ് തീരുമാനിക്കുന്നത്. അതാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയണം. അവർ പറഞ്ഞു, അമ്മേ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അപേക്ഷ വെക്കട്ടെ. അപ്പോൾ അവൾക്കൊരു പോസിറ്റീവ് ഇത് കിട്ടി, നീ കൊണ്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ നടക്കാത്ത കാര്യത്തിന് കൊണ്ടുപോയി അമ്മ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അപേക്ഷ വെച്ചിരിക്കുകയാണ്. എനിക്ക് ക്വാളിറ്റേറ്റീവ് അലവൻസ് വേണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞ്, നിങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും അറിയാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയില്ല, നിങ്ങളുടെ സെക്ഷനല്ല, ആ ടൈം കഴിഞ്ഞു. നിങ്ങളുടെ സെക്ഷൻ ഉള്ളവർക്ക് ആർക്കും നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും കൊടുത്തിട്ടില്ല, 3-4 പേർക്ക് കൊടുത്തിട്ടില്ല അക്കോമഡേഷൻ അലവൻസ്. പിന്നെ നിങ്ങൾ മാത്രം കൊണ്ട് നിന്നെ അപേക്ഷ വെക്കണത് എന്തിനാണ്? നിങ്ങൾ ഹോസ്പിറ്റലിനെ പറ്റിക്കാൻ നടക്കുകയാണോ എന്നേക്ക്. അങ്ങനെ അവർ റാഷായിട്ട് സംസാരിക്കും. റാഷ് വെച്ചാൽ ഇവർ ചെയ്തത് വേണമെങ്കിൽ അത് 4 പേർക്ക് കൂടി ചെയ്യാമല്ല, ഇവർക്ക് മാത്രം ചെയ്തത് എന്താണെന്നൊക്കെയാണുള്ള ഹോസ്പിറ്റലിന് ഒരു കൺഫ്യൂഷൻ. അല്ല, അവർ ഹോസ്പിറ്റലിൽ നിന്ന് തെറ്റില്ല, അതാണ് വിഷയം. ഇവിടെ കയ്യിൽ നിന്ന് തെറ്റില്ല, പക്ഷേ അക്കോമഡേഷൻ അലവൻസ് ഇവളിനേക്കാൾ സീനിയോറിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികം ഇവയ്ക്കും കിട്ടേണ്ടതല്ലേ? അപ്പം പിന്നെ അമ്മയുടേതല്ലേ ഹോസ്പിറ്റലെന്ന് പറഞ്ഞുകൊണ്ട് നീ അമ്മയുമായിട്ട് ബന്ധമുണ്ടായാൽ എല്ലാം അമ്മയുടെ ആണെന്ന് നമുക്ക് മനസ്സിലാകും. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളൂ. കാര്യം ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലോകത്തിലുള്ള എല്ലാ വിഷയവും ഈശോ അമ്മയുടെ അണ്ടറിലാക്കിയില്ലേ? അത് ബോധമുള്ളവർക്ക് മനസ്സിലാകും. ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനുഷ്യനും മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളും എല്ലാം ഈശോ അന്തിമ തീരുമാനം നിൻ്റെ ചോരെ കിടന്ന് പ്രമാണം എഴുതി അമ്മയുടെ പേരിലാക്കി കളഞ്ഞില്ലേ? സ്വത്ത് അമ്മയുടെ പേരിലല്ലേ ഇരിക്കണത്. അതാണ് അൽഫോൻസാ പറയണത്, അമ്മ അറിയാതെ അലവൻസ് ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ അമ്മയുടെ പേരിൽ കൊണ്ട് അപേക്ഷ വെച്ച് അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു ഇടുങ്ങിയ ഇടനാഴിയിലൂടെ ആകാശത്ത് നിന്ന് അമ്മ ഇറങ്ങി വന്നെന്ന്. ആ ഇടനാഴി ഞാൻ കണ്ടിട്ടില്ല ഇവർക്കും. പിന്നെ ഒരു ഇടുങ്ങിയ വാതിലൂടെ അമ്മ ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് കയറി. പിന്നെ അമ്മ ഒരു വെള്ളമേശ ഇരുന്നിട്ട് ഫയൽ ഒപ്പിട്ടിട്ട് പോയെന്ന്. പിറ്റേ ദിവസം എന്നെ HR വിളിച്ചു ഹോസ്പിറ്റലിൽ, നിങ്ങൾ എത്രയും വേഗം വന്നിട്ട് സൈൻ ചെയ്യണം. അപ്പോൾ HR പറഞ്ഞു, സാറേ ഞാൻ സൈൻ ചെയ്തതാണ് നേരത്തെ, 10 കോൺട്രാക്റ്റ് ഒപ്പിട്ടതാണ്, ഇനി ഞാൻ ഇതിനെ കോൺട്രാക്റ്റ് ഒപ്പിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് അക്കോമഡേഷൻ അലവൻസ് തരാൻ വേണ്ടി കമ്പനി തീരുമാനിച്ചെന്ന്. അപ്പം ഞാൻ ചെന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും കാണുകയാണ് സ്വപ്നത്തിലെ അമ്മ ഇറങ്ങി വന്ന് ഇടനാഴി ഞാൻ കണ്ടെന്ന്. HR ഇപ്പുറത്തുള്ള വാതിൽ അമ്മ രാത്രി എന്നെ കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ നല്ലവണ്ണം സൂക്ഷിച്ച് നോക്കി. HR ഇടതുവശത്തുള്ള വാതിലൂടെയാണ് അമ്മ വന്നത്. അമ്മ വന്നിരുന്ന ചെയർ എന്നെ കാണിച്ചത് തന്നെയാണ്. ആ വെള്ളമേശ, അസൽ മേശ, ആ മേശയാണ് ഞാൻ കണ്ടതെന്ന്. അപ്പോൾ എന്താണ് ഇത് അമ്മ ചെയ്തതാണെന്നുള്ളത് ഇവളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് രാവിലെ വിളിച്ച് അനുവാദം കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഈ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം മക്കളെ. നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി, ഒരു വിഷയം ശരിയായി, ഒരു വിഷയം ശരിയായില്ലെന്ന് പറഞ്ഞാൽ അളിഞ്ഞ മോന്തമായിട്ട് മാതാവിൻ്റെ മുമ്പിൽ കൊഞ്ഞനം കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. വിഷയമല്ല പ്രധാനം, അമ്മ എന്ന വ്യക്തിയാണ് പ്രധാനം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് എന്താണ്? ശരിക്കും കളങ്കമില്ലാത്ത ഒരു പ്രവൃത്തി. പിന്നെ പ്രവൃത്തിയിൽ കളങ്കങ്ങൾ വന്നു പോയാൽ എന്ത് ചെയ്യണം? കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകണം. കുഞ്ഞാടിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ സഹനമാണ്. കർത്താവിൻ്റെ സഹനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളാണ്, ഇല്ലേ? നമ്മളനുഭവിക്കുന്ന രോഗങ്ങളും ഞെരുക്കങ്ങളും ഒറ്റപ്പെടലുകൾ മറ്റ് പ്രയാസങ്ങളെയെല്ലാം എന്തു ചെയ്യണം? നീ കർത്താവിൻ്റെ ഞെരുക്കങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തണം. അതിന് മറ്റുള്ളവരെ കുറ്റം പറയരുതതിൻ്റെ പേരിൽ. ഇനി നിനക്ക് തന്നെ എതിരെ ചെയ്തിട്ടുള്ള മറ്റുള്ളവരുടെ പലതരത്തിലുള്ള ഏഷണി പ്രയോഗങ്ങൾ, തിന്മ പ്രവർത്തനങ്ങൾ, അതിന് പ്രതികാരം ചോദിക്കാൻ നീ പോകരുത്. നീ എന്തു ചെയ്യണം?
അമ്മയെപ്പോലെ ശാന്തമാകണം, അമ്മയെപ്പോലെ ഈശോയെപ്പോലെ ശാന്തമാകണം. ശാന്തത എന്ന് പറയുന്നത് ദൈവം എല്ലാം തക്ക സമയത്ത് ചെയ്യും. ദൈവത്തിൻ്റെ തിരുസന്നിധി വിനയത്തോടെ നിൽക്കുവേൻ. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായ കരത്തിൻ കീഴിൽ, പറഞ്ഞ ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ, ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പം മനുഷ്യന്മാർ ഉയർത്താൻ വേണ്ടി ആണ് എല്ലാവരും മനുഷ്യന്മാരെ തടവിയും സോപ്പിട്ടും വെള്ളം മേടിച്ച് കൊടുത്തൊക്കെ നടക്കണത് അല്ലേ. ഞാൻ പണ്ട് കടലോരത്ത് ജോലി ചെയ്യുമ്പോൾ ശനിയാഴ്ച പാട് ശ്രാങ്കന്മാർ ഈ കടലിലെ വെള്ളമെല്ലാം പോയി വെഞ്ചരിക്കുമായിരുന്നു 10 കൊല്ലത്തോളം. അപ്പോഴേ ഈ ശനിയാഴ്ച ഒരു പരിപാടിയുണ്ട്. ഈ ശ്രാങ്കിൻ്റെ കൂടെ കടലിൽ വെള്ളത്തിൽ പോണവരൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ശ്രാങ്ക് സുഖിപ്പിക്കേണ്ടി വരും. എങ്ങനെ? വെള്ളം മേടിച്ച് കൊടുത്ത് സുഖിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ പറയുക, തിങ്കളാഴ്ച ഒരു വെള്ളത്തിൽ കയറത്തില്ല. പണ്ട് ആൾക്കാർ തിങ്കളാഴ്ച വെള്ളത്തിൽ കയറാൻ ഇരിക്കത്തുള്ളായിരുന്നു. ഇപ്പം ഈ എല്ലാ ആർട്ടിസ്റ്റൻസും ജോലിക്കാരും ഹാങ് ഓവർ കൊണ്ട് തിങ്കളാഴ്ച കയറണില്ല, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയൊക്കെ കയറണ ആൾക്കാർ. അപ്പം നേരത്തെ അവർ വള്ളത്തിൽ കയറാനും പണിസ്ഥലത്ത് വരാൻ വേണ്ടി കോൺട്രാക്ടർമാർ എന്താ ചെയ്യണത്? അവരെ കുടിപ്പിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നമ്മൾ ഉയർത്തുകയാണ്, കുടിപ്പിച്ചുയർത്തുകയാണ്. എന്താ കാര്യം? അവരെ ഉയർത്തിയില്ലെങ്കിൽ നമ്മുടെ വള്ളത്തിൽ അവർ കയറത്തില്ല, പണിപ്പാട്ടിൽ അവർ വരത്തില്ല, സമയത്ത് പണി തീർക്കത്തില്ല എന്നുള്ളതാണ്. ഉടമ്പടി ജീവിതം നമ്മളും ദൈവവും മാത്രമേ അതിനകത്തുള്ളൂ, വേറെ ഒരാളുടെ കക്ഷിയല്ല. അതിനകത്ത് മദ്യവും കക്ഷിയല്ല, വേറെ ആൾക്കാരെ സുഖിപ്പിക്കാനും നിൽക്കേണ്ട. നിങ്ങൾ മറ്റുള്ളവരെ ദൈവത്തെക്കാൾ ഉപരി സുഖിപ്പിക്കാൻ നിൽക്കുമെന്ന് ദൈവത്തിന് തോന്നിയാൽ ഉടമ്പടി പിന്നോട്ടടിക്കാൻ തുടങ്ങും. അത് വചനം വായിച്ചേ. 1 പത്രോസ് 5:6. 1 പത്രോസ് 5:6. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ. ദൈവത്തിന്റെ കരം എന്നല്ല പറയണത്. എന്താ? ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിലെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. അപ്പം എനിക്ക് ദൈവം എന്നെ ഉയർത്തിയാൽ മതി എന്ന തീരുമാനം ആദ്യം എടുക്കണം. മനുഷ്യന്മാരൊക്കെ കാണുന്നവരെല്ലാം നിങ്ങളെ ഉയർത്തണം എന്ന് പറയുമ്പോഴാണ് അവരുടെ കാര്യം പിടിക്കേണ്ടി വരണത്. പീഡിയ കാണുന്നവരെല്ലാം നിങ്ങളെ ഉയർത്തണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വേറെ ദൈവം അറിയാതെ ഉയർക്കും. അതെങ്ങനെയാണ് സംഭവം? ഞാൻ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ വിസ തരാമെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞായറാഴ്ച കുർബാനയും മുടക്കി അയാളെ കാണാൻ പോകും. തീർന്നില്ലേ പരിപാടി? എന്താ കാര്യം? അങ്ങേരെ 2 ദിവസമേ നാട്ടിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പോയി കണ്ടില്ലെങ്കിൽ അത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച കുർബാന മുടക്കി അങ്ങനെ കാണാൻ വേണ്ടി കോതമംഗലത്താ കോട്ടയത്താ തൃശ്ശൂരാ നിങ്ങൾ പോകും. അപ്പം തന്നെ ഓർക്കുക, അയാളെക്കൊണ്ട് നേടാവുന്ന നേട്ടങ്ങൾ നിങ്ങളെ സ്വയമായിട്ട് നശിപ്പിച്ച് കളയും. എന്താ കാര്യം? ഞായറാഴ്ച കുർബാന മുടക്കിക്കൊണ്ട് വേറെ ഒരു ദൈവത്തെ സൃഷ്ടിച്ചു. ഞാനല്ലാതെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ട്. അപ്പോൾ വേറെ ദൈവമായിപ്പോയി. ഇങ്ങനെ വേറെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ സംഭവങ്ങൾ പലത് വരും. വേറെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് എപ്പോഴും അപര ദൈവങ്ങളെ, അതർ ഗോഡ്സിനെ കുറിച്ച് എപ്പോഴും നമുക്ക് നല്ല വിശ്വാസ മുന്നേറ്റം നടത്താൻ ഉദ്ദേശിക്കുന്നവർ അതർ ഗോഡ്സ്, വേറെ ദൈവത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക് ഒരു ധാരണ ഉണ്ടാകണം. അതർ ഗോഡിന് നമ്മൾ വെച്ചുപൂജ ഉണ്ടെങ്കിൽ അത് സ്വർണ്ണമാകാം, പള്ളിയാകാം, അത് സ്വർണ്ണമാകാം, പറമ്പാകാം, പാർട്ടിയാകാം, അയൽക്കൂട്ടമാകാം, പാർട്ടി സമ്മേളനമാകാം, ഏരിയ കമ്മിറ്റിയാകാം. ഇങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ ഇവരുമാർ വെക്കണം എപ്പോഴാണ്? ഞായറാഴ്ചയാണ് വെക്കണത്. കുർബാനയ്ക്ക് പോണ സമയത്താണ് വെക്കണത് അല്ലേ? അപ്പോൾ ചില കുടിച്ചിപ്പട്ടികൾ ദൈവത്തെ മറന്നുകൊണ്ട് ഓടിപ്പോയി സമ്മേളനത്തിൽ പോയി കുത്തിയിരിക്കും. അപ്പം തന്നെ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. നീ അതുകൊണ്ട് ഉണ്ടാക്കണ കാര്യങ്ങളെല്ലാം നിൻ്റെ കാലത്ത് തന്നെ മണ്ണടിയണ കാണാൻ നിനക്ക്. ദൈവമായിട്ട് ഡീൽ ഓർ നോട്ട് ഡീലേ പറ്റത്തുള്ളൂ, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. ഡീൽ ഓർ നോട്ട് ഡീൽ. നിങ്ങൾ ഓർക്കണം, ഈ ആഴ്ച പോകണ്ട, അടുത്ത ആഴ്ച പോയാൽ മതിയല്ലോ, ഇനി ഞായറാഴ്ച വരുമല്ലോ. പക്ഷെ പറ്റത്തില്ല. ഡീൽ ഓർ നോട്ട് ഡീൽ.
യു കനോട്ട് സ്റ്റെപ്പ് ഇൻ ടു എ റിവർ ടൈസ്, ഒഴുകിപ്പോകുന്ന നദിയിൽ നിനക്ക് 2 പ്രാവശ്യം കാലെടുത്ത് വെക്കാൻ പറ്റത്തില്ലെന്ന്. എന്താ കാര്യം? ആ നദി ഒഴുകിപ്പോയി. കഴിഞ്ഞ ഞായറാഴ്ച നിനക്ക് മിസ്സായ ഇറ്റ് ഈസ് മിസ് ഫോർ എവർ. ഒരു ഞായറാഴ്ച നിനക്ക് കുർബാന മിസ്സായാൽ ദാറ്റ് ഈസ് മിസ്ഡ് ഫോർ എവർ, തീർന്നു. ഇനി അത് തിരിച്ച് വരത്തില്ല. നീ ഇങ്ങനെ ഉടായ്പായിട്ട് 2 കുർബാന കണ്ട് കോമ്പൻസേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കുക. അത് നിൻ്റെ തട്ടിപ്പാണ്, തരികിട പരിപാടിയാണ് സംഭവം. ചില സമയത്ത് ഞായറാഴ്ച ചില വിഷയങ്ങൾ കൊണ്ട് സഭ ചില സ്ഥലത്ത് ശനിയാഴ്ച സന്ധ്യയ്ക്ക് കുർബാന കൂടാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് സ്ഥിരം കലാപരിപാടി ആക്കരുത്. അപ്പോൾ ദൈവത്തിന് അറിയാം കർത്താവിൻ്റെ ദിവസം ശനിയാഴ്ചയാണ്, അല്ല അത് ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സാക്ഷ്യങ്ങൾ പറഞ്ഞില്ലേ, നന്ദനയുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. നന്ദന പറഞ്ഞ ഞായറാഴ്ച വരുമ്പോൾ ഞാനും അപ്പനും അമ്മയും ചേട്ടനും കൂടി ആങ്ങളെയും കൂടി ഒരുങ്ങി പള്ളിയിൽ പോകും. ഞായറാഴ്ച കർത്താവ് വരുന്ന ദിവസമാണ്. കർത്താവ് നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, മരിച്ചു, ദൈവപിതാവ് അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ നമുക്ക് വേണ്ടി കുർബാന സ്ഥാപിച്ചു. ആ കുർബാനയിലൂടെ അവൻ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നന്ദന പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. 5 മാസം മാത്രമാണ് വിശ്വാസത്തിൽ അവൾ വളർന്നത്. അവൾ എന്തുമാത്രം പഠിച്ചിരിക്കുന്നു, ദൈവം അവളെ എന്തുമാത്രം പഠിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ പുതിയ ആൾക്കാരാണ് ഇന്നത്തെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടെന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ദൈവത്തെ മറന്നും ദൈവത്തിൻ്റെ അംഗീകരിക്കുന്നതിന് അത് പോരായ്മയെ കരുതിക്കൊണ്ട് ചത്തദൈവങ്ങളെയും കള്ളദൈവങ്ങളെയും ആരാധിച്ച് നടന്നു. നീ അതിൻ്റെ പിന്നിൽ ദൈവം അല്ലാത്തതിനൊക്കെ ആരാധിച്ചു. സ്വർണം, പറമ്പ്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, അതിനെല്ലാം ദൈവത്തെയൊക്കെ പ്രാധാന്യം. ടേക്ക് ദ യു ടേൺ. അവൻ തിരിച്ച് നമ്മളൊരു യു ടേൺ എടുക്കേണ്ടി വരും. എന്താ കാര്യം? ഡീൽ ഓർ നോട്ട് ഡീലാണ്. ഇടയ്ക്കൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, കോമ്പൻസേഷനും ഇല്ല. അതുകൊണ്ട് അനുതാപം എന്ന് പറയുന്നത് സ്മാർട്ട് സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്. ഉടമ്പടി ഒരു പ്രൊഫഷണൽ സ്പിരിച്വാലിറ്റിയാണത്. അതിൻ്റെ അകത്ത് 3 ഘടകങ്ങൾ നമുക്കുണ്ട്. ഇത്രയും ആൾക്കാർ, ആയിരക്കണക്കിന് മനുഷ്യർ ഇതിനകം കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും വലിയ ജീവിതാനുഭവം നേടിയെങ്കിൽ ഉടമ്പടി എന്തോ ഒരു എക്സ്പെർട്ടൈസേഷനുള്ള സ്ഥലമാണ്. എക്സ്പെർട്ടേഷൻ ഉണ്ട്, പ്രൊഫഷണലിസം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സ്മാർട്ട്നെസ് ഉണ്ട്. കാര്യം എല്ലാ ജനങ്ങൾക്കും എല്ലാ തരത്തിലും ഫ്രഷ് ഹാൻഡ്സിനും പഴയ ആൾക്കാർക്കും എല്ലാം മരമറിഞ്ഞ് കൊടിയിടാവുന്ന, കൃത്യമായിട്ട് ഷാർപ്പ് ഷൂട്ട് ചെയ്യാവുന്ന അത്രയും തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അതേ രീതിയിൽ നമുക്ക് ഏണിംഗ് ഉള്ള ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണിത്. നിക്ഷേപത്തിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത്. അതൊന്ന് വൃത്തിയും മെനയുമായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞാൽ മതി. ഉടമ്പടി ഒരു സ്മാർട്ട് സ്പിരിച്വാലിറ്റി, അതുപോലെ ഉടമ്പടി ഒരു അതിൻ്റെ സ്വഭാവത്തിൽ തന്നെ അതിൻ്റെ എക്സ്പെർട്ടൈസേഷൻ, അതിൻ്റെ പ്രൊഫഷണലിസം, അതിൻ്റെ സ്മാർട്ട്നെസ്, ഇതെല്ലാം നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിവിധ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സിസ്റ്റർ ജോമോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും അച്ഛൻ അവസാനം അഭിഷേക പ്രാർത്ഥനയും ആശീർവാദവും നൽകി കർത്താവ് നിങ്ങളെ ബന്ധനവിമുക്തരാക്കുന്ന പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആശീർവാദത്തിലേക്ക് പോകുന്നത്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം മരിയൻ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും
ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, കൂടി നയിക്കുവാൻ പോകുന്ന മഹദാസനത്തിന്റെ സ്ഥാപകനായ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ഭാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ആരാധന, ഈശോയെ സ്തുതി, ആരാധന. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി മാറ്റി വെച്ചുകൊണ്ട് മനസ്സിലെ വിശ്വാസപ്രമാണം ചെല്ലാവുന്നതാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവത്തിൻ്റെ വൻകരങ്ങൾ, പൊൻകരങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കും രോഗമുള്ള ഇടങ്ങളിലേക്കും അടിപ്പിണർ പോലെ വൈതാഖലമ ദൈവികമായ ശക്തി പ്രസരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ മക്കളെ, ഉദര രോഗികള്, ശ്വാസകോശ രോഗികള്, ഹൃദയ രോഗികള്, കരളിന് വീക്കമുള്ളവര്, ഫാറ്റി ലിവറുള്ളവര്, പിൻകഴുത്തിന് വേദനയുള്ളവർ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, വാതരോഗികൾ, കിഡ്നി രോഗികൾ, PCOD രോഗികൾ, പിസ്തുല രോഗികൾ, അർസസ് രോഗികൾ, അവരെല്ലാം അതാതിടങ്ങളിൽ വയറിലും നെഞ്ചിലും കഴുത്തിലും ശിരസിലുമൊക്കെ കൈകൾ വെച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് കർത്താവിൽ നിന്നെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന നടുവേനക്കാര്, കിഡ്നി രോഗികള്, കിഡ്നി ചുങ്ങിപ്പോകുന്നവര്, കിഡ്നി വീഴ്ത്തു വരുന്നവര്, മൊത്തത്തിൽ കല്ലുള്ളവര്, കിഡ്നി കല്ലുള്ളവര്, പങ്ക്രിയാസിൽ കല്ലുള്ളവര്, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികളെ യേശുവിന്റെ നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങൾക്ക് ആ രോഗമില്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ആ രോഗമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, അവർക്ക് ആ രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മതാന്റെ മധ്യസ്ഥത്തിൽ ഇപ്പോഴ് അനുഗ്രഹീതമായ നിമിഷം പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ സിസ്റ്റ് രോഗികൾ, മുഴ രോഗമുള്ളവർ, കരരോഗികൾ, ക്യാൻസർ രോഗികൾ, മക്കളില്ലാത്തവർ, അണ്ടാശയത്തിൽ മുഴയുള്ളവർ, ഗർഭപാത്രത്തിന് കട്ടിയില്ലാത്തവർ, കൂടെ കൂടെ അബോർഷൻ സംഭവിക്കുന്നവർ, മക്കൾ ഒരിക്കൽ പോലും ഗർഭം ധരിക്കാത്തവർ, കർത്താവേ അവരെല്ലാം നീ സ്പർശിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. മരുന്ന് കഴിച്ച് മുടിഞ്ഞു പോവുകയും പ്രാർത്ഥിച്ച് മടുത്തു പോവുകയും ചെയ്യുന്ന മക്കളെ കർത്താവേ സ്വർഗം തുറക്കണമേ. കർത്താവേ സ്വർഗം തുറക്കണമേ.
ഇപ്പോഴേ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ മേൽ ഇറങ്ങി രൂപത്തിൽ എഴുന്നള്ളി വന്നതുപോലെ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും രോഗശാന്തിയുടെ രോഗസൗഖ്യത്തിൻ്റെ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അസ്ഥികളെ രോഗികള്, അസ്ഥി ഉരുക്കമുള്ളവരെ, സ്രാവരോഗികള്, മൂക്കിൽ നിന്നും അതുപോലെ ചെവിയിൽ നിന്നും പഴുപ്പും രക്തമൊക്കെ വരുന്നവരെ യേശു ക്രിസ്തു നാമത്തിൽ സർവ്വ രോഗികളെയും കർത്താവേ ഉമിനീരില്ലാത്തവരെയും കണ്ണുനീരില്ലാത്തവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്പർശിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ മാരക രോഗങ്ങളെ ഈ നിമിഷം അത് അവൻ്റെ മധ്യത്തിലെ ഈശോ നാമത്തില് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ 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 ആരാധന ആരാധന ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന മക്കളെ മുട്ടേന്നിക്കുക. നമ്മളിപ്പോഴും മാതാവിൻ്റെ മാധ്യസ്ഥ ഈശോയുടെ ദൃശ്യത്തിന് കണ്ണീരിടാൻ പോകുന്ന കാര്യങ്ങൾ, ഇതുവരെ വിവാഹം ഒത്തുവരാത്തവർ, സ്ഥിര വരുമാനമുള്ളൊരു ജോലി കണ്ടുപിടിക്കാൻ കഴിയാതെ വരുന്നവർ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, PSC ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അപ്പോയിൻമെൻ്റ് ആകാത്തവർ, PSC പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അനുകൂലമായ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വസ്തു വിറ്റ് മാറ്റാൻ പറ്റാത്തവർ, വിറ്റ് മാറ്റിയതിൻ്റെ പണം തിരിച്ചു കിട്ടാത്തവർ, വാടക മേഖലയിൽ വിഷമം അനുഭവിക്കുന്നവർ, മക്കളുടെ ദുർനടപ്പും കളങ്കിതമായ ബന്ധങ്ങളുള്ളവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് അടിപ്പെട്ടു പോയവർ, കേസിലകപ്പെട്ടു പോയവർ, കള്ളക്കേസിലകപ്പെട്ടു പോയവർ, നീതിപൂർവമായ കേസിൻ്റെ വിധി ഇതുവരെ വാങ്ങാത്തതിൻ്റെ വിധി പ്രതീക്ഷിക്കുന്നവർ, ഭവനരഹിതർ, ഭവനം വെക്കാൻ സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, എല്ലാ മേഖലകളിലും പ്രയാസം അനുഭവിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവർ, ആ മേഖലയിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി കടന്നു വരേണ്ട സമയമാണ്. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി, മധ്യസ്ഥം വഹിക്കുന്നതിന് വേണ്ടി യേശു നാമത്തിൽ ഇടിമുഴക്കം പരിശോധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ നിൻ്റെ തിരുസനെ നിരത്തി വച്ചിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെ മേലും ജീവിതത്തിൽ ദുരിതവും ദുഃഖവും മാറാത്ത വേദനയും തീരാത്ത കളങ്കവും ഉറക്കം പോലും ഇല്ലാത്തൊരു സമാധാനം നഷ്ടപ്പെട്ട ആത്മഹത്യയോ ചിന്തിക്കുന്നവരെ ഹൃദയത്തിൻ്റെ സമാധാനമായി ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങിവരെ യേശു നാമത്തിൽ നിങ്ങൾ വിടുതൽ, എല്ലാവിധ ബന്ധങ്ങളിൽ നിന്ന് യേശു നാമത്തിൽ വിടുതൽ പ്രഖ്യാപിക്കട്ടെ, പ്രാപിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും ഗൗരവതരമായ വിഷയം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കൈകൾ കൂപ്പി ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങളെ മൗനമായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ആവേ മരിയ, ആവേ, ആവേ മരിയ. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും